ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ ഒരു അമ്മമാനും കുഞ്ഞുമാനും ഉണ്ടായിരുന്നു. കുഞ്ഞുമാൻ മഹാവികൃതിയായിരുന്നു. അവൻ അമ്മ പറയുന്നത് ഒന്നും കേട്ടിരുന്നില്ല. ആ കാണുന്ന പുഴയില്ലേ, അവിടെ കളിക്കുന്നതായിരുന്നു നമ്മുടെ കുഞ്ഞുമാന് ഏറ്റവും ഇഷ്ടം. പക്ഷെ അമ്മ അവനെ ഒറ്റയ്ക്ക് വിട്ടിരുന്നില്ല. അമ്മ എപ്പോഴും കൂടെ കാണും. ഒരു ദിവസം അമ്മ ഇല്ലാതെ പുഴയിലേക്ക് പോകണം. കുഞ്ഞുമാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും, ഒരു ദിവസം നമ്മുടെ അമ്മമാന് പഴവർഗ്ഗങ്ങൾ ശേഖരിക്കാനായി കുറച്ച് ദൂരേക്ക് പോവേണ്ടി വന്നു. മോനെ, ദൂരേക്കെങ്ങും പോകരുതേ, പുഴയുടെ അടുത്തേക്കെങ്ങും ഒറ്റയ്ക്ക് പോകരുതേ, നിനക്ക് ആപത്ത് വരും. എല്ലാം നമ്മുടെ കുഞ്ഞുമാൻ തല ഉലുക്കി സമ്മതിച്ചു. അമ്മ പോയതും നോക്കി നിന്ന നമ്മുടെ കുഞ്ഞുമാൻ പതുക്കെ പുറത്തിറങ്ങി. പഴവർഗ്ഗങ്ങളൊക്കെ ആവശ്യത്തിന് കഴിച്ചു. തന്റെ കൂട്ടുകാരോടൊപ്പം ഓടിയും ചാടിയും ഒക്കെ കളിച്ചു. ദൂരേക്ക് പോയ നമ്മുടെ അമ്മമാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുഞ്ഞുമാനെ നോക്കുന്നുണ്ടായിരുന്നു. പഴവർഗ്ഗങ്ങൾ ശേഖരിച്ച് വേഗം വീട്ടിലെത്തണം. കുഞ്ഞുമാൻ അവിടെ ഒറ്റയ്ക്കാണ്. അമ്മ നോക്കുന്നില്ലെന്ന് കണ്ട നമ്മുടെ കുഞ്ഞുമാൻ എന്ത് ചെയ്തു? കൂട്ടുകാരുടെയും കണ്ണു വെട്ടിച്ച് പതുക്കെ പുറത്തേക്കിറങ്ങി. എന്നിട്ട് എവിടെ എത്തി? നമ്മുടെ പുഴയുടെ അടുത്തെത്തി. ഹായ്, എന്ത് രസമാണിവിടെ. അമ്മ ഇല്ലാതെ വന്നതുകൊണ്ട് ആരും ഒന്നും പറയില്ല. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ വെള്ളത്തിലിറങ്ങി ഓടിയും ചാടിയും ഒക്കെ കളിക്കാം. അമ്മ ഉണ്ടെങ്കിൽ എന്നെ ഇതിലൊന്നും സമ്മതിക്കില്ല. പെട്ടെന്നാണിത് സംഭവിച്ചത്. നമ്മുടെ കുഞ്ഞുമാൻ കാല് തന്നെ എവിടെ വീണു? വെള്ളത്തിൽ വീണു. അവൻ പേടിച്ചു പോയി. അവൻ ചുറ്റും നോക്കി, ആരെയും അവിടെയൊന്നും കണ്ടില്ല. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ, അമ്മ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ ആപത്ത് വരില്ലായിരുന്നു. അവൻ അവിടെ കിടന്ന് ഉറക്കെ കരഞ്ഞു. ഈ സമയം പഴവർഗ്ഗങ്ങളൊക്കെ ശേഖരിക്കാൻ പോയ നമ്മുടെ അമ്മമാൻ എന്ത് ചെയ്തു? തന്റെ കുഞ്ഞുമാനുള്ള പഴവർഗ്ഗങ്ങൾ ശേഖരിച്ച് കുഞ്ഞുമാന്റെ അടുത്തെത്തി. ഇവിടെ എങ്ങും തന്റെ മോനെ കാണുന്നില്ലല്ലോ. എവിടെ പോയി തന്റെ കുഞ്ഞുമാൻ? അമ്മമാൻ അവന്റെ കൂട്ടുകാരോട് അന്വേഷിച്ചു. ആരും കണ്ടില്ല അവനെ. ഇനി പുഴയുടെ അടുത്ത് വല്ലതും പോയോ? അങ്ങനെ നമ്മുടെ അമ്മമാൻ കുഞ്ഞുമാനെ അന്വേഷിച്ച് പുഴയുടെ അടുത്തെത്തി. അപ്പോഴാണ് ദൂരെ ഒരു കരച്ചിൽ കേട്ടത്. അത് തന്റെ കുഞ്ഞുമാന്റെ കരച്ചിലല്ലേ. അമ്മമാൻ ഓടി കുഞ്ഞുമാന്റെ അടുത്തെത്തി. അമ്മയെ കണ്ടതും നമ്മുടെ കുഞ്ഞുമാന് സങ്കടം വന്നു. അമ്മ പറഞ്ഞത് അനുസരിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഈ ആപത്ത് വന്നത്. ഞാനിനി അമ്മയെ വിട്ട് എങ്ങും പോകില്ല. അങ്ങനെ നമ്മുടെ അമ്മമാൻ കുഞ്ഞുമാനെ രക്ഷപ്പെടുത്തി. അപ്പോഴേക്കും കുഞ്ഞുമാനെ തിരക്കി മറ്റു മാനുകളും എത്തിയിരുന്നു. എന്റെ തെറ്റുകൾ മനസ്സിലാക്കിയ കുഞ്ഞുമാൻ പിന്നീട് ഒരിക്കലും അമ്മയെ വിട്ട് ദൂരേക്ക് പോയിട്ടേയില്ല. അവൻ അമ്മയോടൊപ്പം സന്തോഷത്തോടെ ഒരുപാട് കാലം ആ കാട്ടിൽ താമസിച്ചു.